അങ്കോലയിലെ തെരച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. കർണാടകയിലെ അങ്കോലയിൽ മലയിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനു വേണ്ടിയുള്ള പരിശോധന 8ാം ദിനത്തിൽ. 7 ദിവസത്തെ തെരച്ചിലിൽ കരയിൽ ലോറി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്ന് പുഴയിലാകും തെരച്ചിൽ. അപകട സമയത്ത് ഗംഗാവലി പുഴയിലൂടെ തടി അടക്കം ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണിന് ലഭിച്ചു. ഇത് അർജുന്റെ ലോറിയിലെ തടി എന്നാണ് സംശയം. ಲೀಕೇಜ್ ಆಗ್ತಾ ಉಂಟಲ್ಲ? ನೋಡಿ ಅದು ಲೀಕೇಜ್ ಇದೆಯಲ್ಲ ಅಂತ ಏನು ಗೊತ್ತಾಗ್ತಾ ನೋಡಿ. ಆ ಸೌಂಡ್ ಅದೇ ಸೌಂಡ್ ಲೀಕೇಜ್. അങ്കോലയിൽ നിന്ന് സുനിൽ ഐസക് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ പുഴ കേന്ദ്രീകരിച്ചാണോ പ്രധാനമായും തെരച്ചിൽ നടക്കുക? എപ്പോഴാണ് തെരച്ചിൽ ആരംഭിക്കുക? ഏതൊക്കെ സംഘങ്ങൾ ഉണ്ടാകും തെരച്ചിലിനായി? വിശദമായ വിവരങ്ങൾ എങ്ങനെയാണ് സുനിൽ? രശ്മ, അത്രമേൽ ശുഭകരമല്ല രാവിലത്തെ കാലാവസ്ഥ എന്നാണ് നമുക്ക് അങ്കോളയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇന്നലെ രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു ഇവിടെ പെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് പുലർച്ചെയും ആ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ ഇന്ന് പുഴ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. കരയിലെ പരിശോധന ഇന്നലെ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നു. പുഴയിൽ പരിശോധന നടത്തുമ്പോൾ ഇത്ര വലിയ മഴയും കാറ്റും വലിയ തോതിൽ ഈ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് പറയാതിരിക്കാനാവില്ല. ഇന്നലെ ഈ പുഴയിൽ നിന്ന് 40 മീറ്റർ മാറി ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന രാവിലെ മുതൽ ആരംഭിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ സൈന്യം അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് മുമ്പ് സൈന്യത്തിന്റെ വാഹനം ഇതുവഴി പുഴയരികിലേക്ക് പോയിട്ടുണ്ട്. സൈന്യം ഇന്നലെ കൊണ്ട് തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ചില വലിയ സമ്മർദ്ദം ഉണ്ടായി. ഇതേ തുടർന്ന് സൈന്യത്തോട് ഇവിടെ തന്നെ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് 60 അംഗ സംഘം ഇവിടെ തുടരുന്നത്. സൈന്യത്തിന്റെ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആ പുഴയിൽ നടന്നത്. ആ പരിശോധന തന്നെയാണ് ഇന്നും തുടരുക. അതായത് പരിശോധനയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നിലവിൽ ഈ ഗംഗാവലി പുഴ എന്ന് പറയുന്നത് വലിയ നീളവും വലിയ വീതിയും ആഴവുമുള്ള ആ പുഴയാണ്. ആ പുഴയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് വലിയ കുത്തൊഴുക്കുണ്ട്. വലിയ തോതിൽ ഈ മഴ കൂടി പെയ്യുന്നതോടുകൂടി വലിയ ഒഴുക്ക്, അതുപോലെ കലങ്ങി മറിഞ്ഞ വെള്ളം. നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ രശ്മി ഓർക്കുന്നുണ്ടാവും. നമ്മൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പുഴയാണത് കുറേ ദിവസങ്ങളായി. ആ പുഴയിലേക്കാണ് ഈ മണ്ണ് റോഡിൽ നിന്ന് വന്ന് ഇടിഞ്ഞു വീണിരിക്കുന്നത്. പുഴയുടെ മേൽത്തട്ടിൽ വരെ ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ഇപ്പോൾ മണ്ണ് അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഏതാണ്ട് 20-25 അടി ആഴമുള്ള പുഴയാണ്. ആ പുഴയ്ക്ക് മുകളിലേക്ക് മണ്ണ് ഉയർന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമേൽ വലിയ ഉയരത്തിൽ പുഴയിലേക്ക് മണ്ണ് പതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുക. ആ മണ്ണിനുള്ളിലാണ് പരിശോധന നടത്തേണ്ടത്. ഒരുപക്ഷെ ലോറി ഈ മണ്ണിൽ പുതഞ്ഞു കിടപ്പുണ്ടോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അത് പരിശോധിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മണ്ണിനുള്ളിൽ ഈ ലോറി ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ്. അതായത് ഈ കരസേന സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് ഈ മൺകൂനയ്ക്ക് മുകളിൽ പരിശോധന നടത്തുകയാണ് ഇന്ന് പ്രധാനമായും ചെയ്യുന്നത്. ഇന്നലെ ഒരു പരിശോധന അത്തരത്തിൽ നടത്തിയിരുന്നു. ആ പരിശോധനയിലാണ് ഈ കരയിൽ നിലവിലിപ്പോൾ മണ്ണിടിഞ്ഞു കിടക്കുന്ന ആ പുഴയുടെ കരയിൽ നിന്ന് ഏതാണ്ട് ഒരു 40 മീറ്റർ മാറി ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ആ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തുടക്കത്തിൽ തന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ചില പരിമിതികളുണ്ട്. ഞാൻ മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു. അതായത് ഇത്രമേൽ വലിയ ശക്തമായി ഒഴുകുന്ന പുഴയിൽ ഈ മൺകൂനയ്ക്കുള്ളിൽ പരിശോധിക്കുക എന്ന് പറയുന്നത് അതിനും ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന മാത്രമേ നടക്കൂ. JCB പോലുള്ള ഒരു ഡ്രഡ്ജർ പോലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നത്. അതായത് അതിൻ്റെ 18 അടി വരെ താഴ്ചയിലേക്ക് ആഴത്തിൽ അതിൻ്റെ കൈകൾ ഇറക്കി പരിശോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡ്രഡ്ജർ കൊണ്ടുവന്ന് അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുക. അതായത് അതിനൊപ്പം തന്നെ നേവിയുടെ സ്കൂബ ടീം ഇവിടെ തുടരുന്നുണ്ട്. അവരുടെ മുങ്ങൽ വിദഗ്ധർ അവർ മുങ്ങിയുള്ള പരിശോധനയും ഇതിനൊപ്പം തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും ഇതിലുണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്
കാലാവസ്ഥ പ്രതികൂലമാണ് എന്നത് തന്നെയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അതായത് രണ്ട് തരത്തിൽ ഉള്ള പരിശോധന നടക്കുന്നു. ഒന്ന് നേവിയുടെ സ്കൂബ ടീമിന്റെ പരിശോധന, മറ്റൊന്ന് കരസേനയുടെ പരിശോധന. ഇത് രണ്ടും പുഴയിലാണ് നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ പുഴയുടെ കര കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട്. അത് ഈ മണ്ണിടിഞ്ഞ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒക്കെ കാണാം. അതായത് ഈ റോഡിൽ നിന്ന് മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് കരയും പുഴയും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്ഥലം. അവിടെയും വലിയ ഉയരത്തിൽ മണ്ണിപ്പോൾ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ആ മണ്ണിനടിയിലെങ്ങാനും ലോറി പെട്ടിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ഇതിനൊപ്പം നടക്കുന്നുണ്ട്. അത് ദേശീയ ദുരന്ത നിവാരണ സേനയും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തകരും അടങ്ങുന്ന സംഘമാണ് ആ പരിശോധന നടത്തുന്നത്. അങ്ങനെ മൂന്ന് ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ കരയിൽ ലോറി ഉണ്ട് എന്ന പ്രതീക്ഷയിലായിരുന്നു 7 ദിവസവും പരിശോധന നടത്തിയിരുന്നത്. ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായി ഉണ്ടായിരുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ ലോറി പാർക്ക് ചെയ്ത് ആ ലോറിയിൽ അർജുൻ വിശ്രമിക്കുന്നുണ്ട് എന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയുണ്ടായിരുന്നു. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയായിരുന്നു നടത്തിയിരുന്നത്. മാത്രമല്ല, ഇന്നലെ ഉച്ചയോടുകൂടി അവിടെ നിന്ന് 2 മെറ്റൽ സിഗ്നലുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ലോറി പുഴയിൽ തന്നെയെന്ന് പൂർണ്ണമായും തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം അവിടെ എത്തിയ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വലിയ ടാങ്കർ ഒഴുകി പോകുന്നുണ്ട്. ഈ ടാങ്കർ ഈ ലോറിക്കൊപ്പം തന്നെ അവിടെ പാർക്ക് ചെയ്തിരുന്ന ടാങ്കറാണ്. ആ ടാങ്കറിനൊപ്പം വലിയ മരത്തടികൾ, അതായത് എന്താ പറയാ 50 അതിലധികം മരത്തടികൾ പുഴയിലൂടെ ഒഴുകി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഈ പറഞ്ഞതുപോലെ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടികളാണോ എന്നതാണ് ഇപ്പോൾ സംശയം. ആ സംശയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ സംശയം സ്വാഭാവികമായും നിലവിൽ ലോറി പുഴയിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെടുന്ന സംശയം കൂടിയാണ്. അതായത് മാത്രമല്ല, നമ്മൾ ഇന്നലെ ഈ ദൃശ്യങ്ങൾ ഈ ലോറി ഉടമ ലത്തീഫിനെ കാണിച്ചിരുന്നു. മനാഫിനെ കാണിച്ചിരുന്നു. മനാഫ് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുകയും അതിനുശേഷം അത് ഒരുപക്ഷെ ലോറിയിലെ തന്നെ തടികളായിരിക്കാമെന്ന് സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അന്ന് ആ ദൃശ്യങ്ങളിൽ കാണുന്ന അനുസരിച്ച്, അതായത് ഈ പാർക്ക് ചെയ്തിരുന്ന ലോറിയിലെ മരത്തടികളും ഒപ്പം പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന മരത്തടികളും ഏതാണ്ട് സമാനമായ മരത്തടികളാണ്. അങ്ങനെയാണെങ്കിൽ ലോറി പുഴയിൽ തന്നെ എന്ന നിലവിലെ രക്ഷാദൌത്യത്തിന്റെ അല്ലെങ്കിൽ ദൌത്യ സംഘത്തിന്റെ നിഗമനം പൂർണ്ണമായും ശരിവെക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇന്ന് തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഈ കാലാവസ്ഥ വലിയ പ്രശ്നം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. രേഷ്മ.